വെൽക്കം ടു KNT ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSA ഫിസിക്കൽ സയൻസ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ക്ലാസ്സാണ്. നമ്മളിപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന പ്ലസ് കെമിസ്ട്രിയിലത്തെ ഒരു പോർഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്തൊരു പോർഷനാണ്. അതിൻ്റെ പേര് നാക്സെൻറ്റ് ഹൈഡ്രജൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മലയാളത്തിൽ നിങ്ങൾ എഴുതി വയ്ക്കുക, ഞാൻ ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് എഴുതാം. നാക്സെൻറ്റ് ഹൈഡ്രജൻ, അതായത് പലതരത്തിലുള്ള ഹൈഡ്രജനുകൾ നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതിൽ ഒന്നാമത്തെ ആളുടെ പേരാണെന്ത്, ഈ പറയുന്ന നാക്സെൻറ്റ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാക്സെൻറ്റ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാക്സെൻറ്റ് ഹൈഡ്രജൻ ഈസ് ഹൈഡ്രജൻ അറ്റ് ദി മൂമെൻറ്റ് ഓഫ് ഇറ്റ്സ് ജനറേഷൻ. അതായത് നാക്സെൻറ്റ് ഹൈഡ്രജൻ എന്ന് പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മൂമെൻറ്റിൽ നമ്മളതിന് പറയുന്ന പേരാണെന്ത്, ഈ നാക്സെൻറ്റ് ഹൈഡ്രജൻ എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഞാൻ ആ റിയാക്ഷനോട് എഴുതി കാണിച്ചു തരാം, അപ്പോൾ കാര്യം മനസ്സിലാവും. Zn പ്ലസ് H2SO4 Zn പ്ലസ് H2SO4 gives Zn SO4 പ്ലസ് 2H എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഇവിടെ ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം ഇപ്പോൾ ഇതായിരുന്നു, ഈ റിയാക്ഷനിൽ ഈ ഹൈഡ്രജനെ പറയുന്ന പേര് എന്തായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ എന്താണ്? നാക്സെൻറ്റ് ഹൈഡ്രജൻ ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കേണ്ടത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടി നോക്കാം. ഞാനൊരു നാക്സെൻറ്റ് ഹൈഡ്രജൻ എടുക്കുകയാണ്, എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുന്നു? FeCl3 ഞാൻ ആഡ് ചെയ്യുന്നു. FeCl3 എന്ന് പറയുന്നത് ഇവിടെ അക്വസ് ഫോമിലാണ്. റിയാക്ഷൻ നടക്കുന്നു. റിയാക്ഷൻ നടക്കുമ്പോൾ എനിക്കിവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് FeCl2 പ്ലസ് HCl ആണ് എന്ന് വിചാരിക്കാം. ഇനി നമുക്കറിയാം FeCl3 എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കളറ് എന്താണ്? മഞ്ഞ കളറാണ്. അപ്പോൾ മഞ്ഞ കളറിലുള്ള FeCl3 അക്വസ് ഫോമിലുള്ള FeCl3യിലേക്ക് നാക്സെൻറ്റ് ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് FeCl2 പ്ലസ് HCl ആണ്. അങ്ങനെയാണെങ്കിൽ ഈ HCl എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം പഠിച്ചിരിക്കുക, കളർ ഉണ്ടാവില്ല, കളർലെസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്കിതിൽ വരുന്ന മൂന്നാമത് ഒരു സംഭവമുണ്ട്, നമുക്കത് നോക്കാം. മൂന്നാമത്തെ സംഭവം ഇങ്ങനെയാണ്: 2KMnO4 പ്ലസ് 3H2SO4 പ്ലസ് 10H. H എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാക്സെൻറ്റ് ഹൈഡ്രജൻ ആണ്. റിയാക്ഷൻ നടക്കുമ്പോൾ K2SO4 പ്ലസ് 2MnSO4 പ്ലസ് 8H2O ഇവിടെ ഫോം ചെയ്യുകയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, KMnO4 എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ കളറ് എന്ന് പറയുന്നത് എന്താണ്? വയലറ്റ് ആണ്. നാക്സെൻറ്റ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ K2SO4 വരുന്നു. K2SO4 വരികയാണെങ്കിൽ K2SO4ൻ്റെ കളറ് എന്തായിരിക്കും? ഉത്തരം പഠിച്ചിരിക്കുക, കളർ ഉണ്ടാവില്ല, കളർലെസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കാം. ദെൻ നാലാമതായിട്ടുള്ള ഒരു റിയാക്ഷൻ പഠിക്കാം. K2Cr2O7 പ്ലസ് 4H2SO4 പ്ലസ് 6H. H എന്ന് വെച്ചാൽ നാക്സെൻറ്റ് ഹൈഡ്രജൻ ആണ്. റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ K2SO4 പ്ലസ് Cr2SO4 ദെൻ ഇവിടെ റൈസ് പ്ലസ് 7H2O. K2Cr2O7 എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഓറഞ്ച് ആണ്. പക്ഷെ നാക്സെൻറ്റ് ഹൈഡ്രജനുമായിട്ട് റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ കിട്ടുന്ന ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് പച്ചയായിരിക്കും, ഗ്രീൻ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. കിട്ടിയില്ലേ? അപ്പോൾ നാക്സെൻറ്റ് ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് വരുന്ന 4 പ്രധാനപ്പെട്ട പോയിന്റാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.